ഹായ്, ഓണത്തെ കിച്ചണിലേക്ക് സ്വാഗതം. വഴുതനങ്ങ കൊണ്ട് സ്വാദുള്ള ബജി ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടമാവുന്ന സ്നാക്കാണ്. 4 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. കട്ടിയുള്ളതാണ്. ഇങ്ങനെ വിലങ്ങനെ മുറിക്കുമ്പോൾ വീതിയിൽ കിട്ടും. ഇങ്ങനത്തെ ഷേപ്പിലുള്ള വഴുതനങ്ങ ആകുമ്പോൾ വലിയ സർക്കിളായിട്ട് കിട്ടും. ഓരോന്നായിട്ട് മുറിച്ചെടുക്കാം. ഏകദേശം ഒരേ വലുപ്പത്തിൽ, വളരെ കനം കുറയേണ്ട. ഇങ്ങനെ മുറിക്കുമ്പോൾ നോക്കുകയും ചെയ്യാം ഉള്ളിൽ കേടുന്നില്ലല്ലോ എന്ന്. കൂടുതൽ കട്ടിയിലായ വേവാൻ പ്രയാസമാവും. ഇത്ര വലുപ്പത്തിൽ എല്ലാം അരിഞ്ഞെടുക്കാം. ഉരുളക്കിഴങ്ങ് ബജിക്കൊക്കെ നുറുക്കണ പോലെ അത്ര തിക്നെസ് വേണം. ഇതിപ്പോൾ 200 ഗ്രാം വഴുതനങ്ങ നുറുക്കിയതാണ്. വലിപ്പം കൂടുതലാണെങ്കിൽ ബജി കാണാനൊരു നിറവുണ്ടാവും. ബൗളിലേക്ക് വലിയൊരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഈ കണക്കിനാണ് ബാക്കി ഇൻഗ്രീഡിയൻസ്. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കളറ് കിട്ടാൻ വേണ്ടിയാണ്. കായപ്പൊടി 1/2 ടീസ്പൂൺ. കായ കഷ്ണമാണെങ്കിൽ ചൂടുവെള്ളത്തിലിട്ടിട്ട് അലിയിച്ചെടുക്കണം. ഇനി പാകത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. ആദ്യം പൊടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർക്കാം. മുക്കി വറക്കാൻ പാകത്തിന് കട്ടി വേണം. മാവ് പിടിച്ചിരിക്കുന്ന പോലെ വേണം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മാവ് ബാക്കിയായാലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിറ്റേ ദിവസം സബോളയോ ഉരുളക്കിഴങ്ങോ പച്ചക്കായോ അങ്ങനെ എന്തെങ്കിലും മുക്കി വറക്കാം. ഇപ്പോൾ എത്ര കട്ടിയിലെടുത്തിട്ടുണ്ട്. ഇനി കോൺഫ്ലേക്സ്, ഫ്ലേവർ ഇല്ലാത്ത പ്ലെയിൻ കോൺഫ്ലേക്സ് ആണ് എടുത്തേക്കണേ. കൈ കൊണ്ട് പൊടിച്ചാൽ മതി. മിക്സിയിൽ പൾസ് ചെയ്താൽ ചിലപ്പോൾ കൂടുതൽ പൊടിഞ്ഞു പോകും. ഇതും കൂടി ചേരുമ്പോൾ ബജിക്ക് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, കാണാനും അതെ. അപ്പോൾ പാകത്തിന് പൊടിച്ചിട്ടുണ്ട്. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ എളുപ്പമാണ്. ആദ്യം വഴുതനങ്ങ 2 ഭാഗത്തും മാവാവണ പോലെ മുക്കിയെടുക്കണം. സാധാരണ ബജി മാവിനേക്കാളും കുറച്ച് കട്ടി കൂട്ടിയിട്ടാണ് എടുത്തേക്കണേ. കോൺഫ്ലേക്സ് പിടിച്ചിരിക്കണമല്ലോ, അതിനു വേണ്ടി. ഇനി കോൺഫ്ലേക്സിൽ മുക്കിയെടുക്കാം. എല്ലാം നിരത്തി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വറുക്കാൻ എളുപ്പമാണ്. ആദ്യം ഇങ്ങനെ മാവിൽ മുക്കിയിട്ട് പിന്നെ കോൺഫ്ലേക്സിൽ മുക്കി ഇങ്ങനെ എടുത്ത് വയ്ക്കാം. പിന്നെ ഒറ്റ സ്ട്രെച്ചിൽ വറുത്തെടുക്കാമല്ലോ. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഡീപ്പ് ഫ്രൈ അല്ല, നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 3 ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്. ചൂടായി. ഇനി ഓരോന്നായിട്ട് എണ്ണയിലേക്ക് നിരത്തിയിടാം. മീഡിയം ഫ്ലെയിമിൽ വെന്ത് വരട്ടെ. ഓരോന്നായിട്ട് തിരിച്ചിടാം. 1 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു സൈഡ് ആയിക്കോളും. വല്ലാണ്ട് കളർ മാറണ്ട, ഒന്ന് ഫ്രൈ ആവാൻ വേണം. അങ്ങനെ ഇനി ഇപ്പുറത്തെ സൈഡും കൂടെ ആവട്ടെ. ഇപ്പോൾ 2 ഭാഗമായി. ഇനി കോരി മാറ്റാം. ഇതിനെല്ലാം നമുക്ക് വറുത്തെടുക്കാം. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ഈ ബജി. ക്രിസ്പിയാണ്, കാണാനും ഡിഫറെൻ്റാണ്, നല്ല സ്വാദുമാണ്. ഇഷ്ടമായ ഓണത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. വേറൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.